അന്വേഷിക്കുന്ന കാലത്ത് പ്രേംനസീർ അഭിനയിച്ചാൽ പടം കൂടും. അങ്ങനെ നടപ്പിനുണ്ടായിട്ടുണ്ടോ മലയാളത്തിൽ? ഉണ്ടോ? അഭിനയിച്ചാൽ മതി, കോസ്റ്റ് കവർ ചെയ്യും. പ്രേംനസീർ അഭിനയിച്ച ഒരു പടം ഒരിക്കലും സാമ്പത്തികം പരാജയപ്പെടില്ല, ലാഭം കുറവ്. പല സുഹൃത്തുക്കൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ്റെ മറ്റൊരു ഇൻ്റർവ്യൂ ആണിത്. അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ ഇപ്പം നിങ്ങൾ? പ്രേംനസീർ അഭിനയിച്ച ഒരു പടവും പരാജയപ്പെടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അതായത് നസീർ സാറിൻ്റെ പടം ചിലത് പരാജയപ്പെട്ടെന്ന് പറയുന്നില്ലേ, നിർമ്മാതാവിനെ വീണ്ടും സഹായിച്ചത്, അത് പരാജയപ്പെടുന്നതല്ല, ലാഭം കുറയും. ചില പടം പരാജയപ്പെടില്ല, എല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരിക്കും. 100 പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായാൽ അതിലൊരു പടം പരാജയപ്പെടും. ആ പരാജയപ്പെടുന്ന ഉദ്ദേശിച്ചത് സാമ്പത്തിക പരാജയം ഉള്ളായിട്ടുള്ളതല്ല, ആ പടത്തിന് വലിയ ലാഭം ഉണ്ടാവില്ല, കുറച്ച് ലാഭത്തിന് കുറച്ച് കുറയും, അതാണ് പരാജയപ്പെട്ടെന്ന് പറയും. അതാണ് ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ ഇപ്പം പറഞ്ഞത്. പ്രേംനസീർ അഭിനയിച്ച ഒരു പടവും പരാജയപ്പെടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ചില പടം ലാഭത്തിന് കുറച്ച് കുറവുണ്ടാവും എന്ന് പറഞ്ഞത്. അതാണ് പരാജയം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇന്നത്തെ നടന്മാരന്മാർ മമ്മൂട്ടിൻ്റെ മോഹൻലാലും പോലെ 20 പടം പരാജയപ്പെട്ടിട്ട് 2 പടം വിജയിക്കലല്ല. മമ്മൂട്ടിൻ്റെ മോഹൻലാലിന് ഇപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് 20 പടം ഇറങ്ങിയാൽ 2 പടം വിജയിക്കുന്നത്. നസീർ സാറിൻ്റെ പടം അങ്ങനെയല്ല. നസീർ സാറിൻ്റെ പടം എല്ലാം വിജയമാണ്. അതുകൊണ്ടല്ല അദ്ദേഹത്തിന് ഇത്രയും മാർക്കറ്റ്. പിന്നെ ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ പറയുന്ന കേട്ടിട്ടില്ലേ, പ്രേംനസീറിൻ്റെ പോലെയുള്ള നടൻ പിന്നെ ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചത്. പ്രേംനസീർ അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത് അങ്ങനെയാണ്, പ്രേംനസീറിൻ്റെ പടം ലാഭം കിട്ടുന്നത് പോലെ അങ്ങനെ ഒരു നടൻ മലയാള സിനിമയിൽ ഇത്രയും വലിയ നടനുണ്ടോയെന്ന് അദ്ദേഹം ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. നസീർ സാറും സത്യമാഷ് ചോദിച്ച് ബാക്കി എല്ലാവരും അഭിനയിച്ചു. നസീർ സാറും മധുച്ചേട്ടൻ, സോമൻ, സുകുമാരൻ, ജയൻ, മമ്മൂട്ടി, മോഹൻലാൽ എല്ലാം അഭിനയിച്ചു. ഇപ്പോൾ ശ്രീകുമാരൻ ചേട്ടൻ പറയുന്നത് പ്രേംനസീറിനെ പോലെ ഇത്രയും വലിയൊരു നാട് പിന്നെ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇല്ലാന്നല്ല അർത്ഥം. അപ്പോൾ ഇവർ ഞാനങ്ങനെ ഇതിൽ വീഡിയോയിൽ പറയുമ്പോൾ ആൾക്കാർ പറയും ഉണ്ടായിട്ടുണ്ട്, മമ്മൂട്ടി ഉണ്ടായിട്ടുണ്ട്, മോഹൻലാൽ ഉണ്ടായിട്ടുണ്ട്, ജയൻ ചേട്ടൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കില്ലല്ലോ. ഇവരെല്ലാം ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ്റെ പടത്തിൽ അഭിനയിച്ചാൽ, പ്രേംനസീർ അഭിനയിച്ചാൽ പടം വിജയം ഉറപ്പ്. അങ്ങനെ ഒരു നടൻ പിന്നെ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ അവതാരനും എന്ന് പറയണ്ടെന്നാൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, സത്യൻ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ പറയാൻ കഴിയില്ലായിരിക്കും. ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ്റെ അത്ര വിവരമുള്ള സിനിമാ ഫീൽഡിൽ ഇന്ന് ആരുമില്ല. ഇന്ന് മലയാള സിനിമയിൽ ജീവിച്ചിരിക്കുന്നതിൽ സിനിമയെക്കുറിച്ച് ഏറ്റവും വിവരമുള്ള ആളാണ് ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ. അതിനേക്കാളും വലിയ ആൾ ശ്രീകുമാരൻ തമ്പിച്ചേട്ടനെക്കാളും വലിയ ആൾ ഇപ്പോൾ മലയാള സിനിമയിലില്ല. 60 കൊല്ലമായിട്ട് ഫീൽഡിലുള്ള ആളാണ്. 25 പടം പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. പിന്നെ ഗാനരചയിതാവ്, എല്ലാ പടത്തും അദ്ദേഹത്തിൻ്റെ ആയിരിക്കും ഗാനം, സംവിധായകനും അങ്ങനെ ചെയ്ത ആളാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പറയുമ്പോൾ കുറേ ആൾ കമൻറ്റ് ബോക്സിൽ നസീറിൻ്റെ പടം കുറേ പരാജയപ്പെടലുണ്ട്, പിന്നെ നസീറിനേക്കാളും വലിയ നടന്മാർ വന്നിട്ടുണ്ട്, ഇതിൽ പറയാൻ നല്ല വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നത്. അന്നത്തെ കാലത്ത് സംഭവം ഇവർക്ക് ആർക്കും അറിയില്ല. ഈ പുതിയ പാൽക്കൂപ്പികളൊക്കെ ഒന്നും പണ്ടത്തെ സംഭവങ്ങളൊന്നും അറിയില്ല. ഈ 70കളിലെ സംഭവം 80കളിലെ സംഭവമൊന്നും ഇപ്പോൾ അധികം ആൾക്കാർക്ക് അറിയില്ല. അധികം ആൾക്കാർ ഇപ്പോൾ സിനിമ വിരമിച്ചല്ലോ. പിന്നെ നമ്മളെ പോലത്തെ കുറച്ചാൾക്ക് മാത്രമേ ഇപ്പോൾ സിനിമയായിട്ട് കുറച്ച് സംസാരിക്കുന്നുള്ളൂ. പഴയ കാര്യങ്ങളൊന്നും അറിയില്ല. നസീറിൻ്റെ പടം ഇറങ്ങുന്ന സമയത്തുള്ള പിന്നെ ജനങ്ങൾ വേറെ ഒരു നടൻ്റെ പടത്തിലും ഉണ്ടാവില്ല. നസീർ സാറിൻ്റെ പടം ഇറങ്ങിയാൽ അത് തല്ലിപ്പൊളി പടമായാലും നല്ല പടമായാലും നസീർ സാറിൻ്റെ പടം ഇറങ്ങിയാൽ ഒരാഴ്ചത്തേക്കൊന്നും തിയേറ്ററിലേക്ക് അങ്ങോട്ട് എടുക്കാൻ കഴിയില്ല, അത്ര തിരക്കാണ്. ഇന്നത്തെ മാതിരി ഓരോരാൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെയുണ്ട് പടം തൂക്കി, ലാലേട്ടൻ തൂക്കി, മമ്മൂട്ടി തൂക്കി. ഇത് പറയുന്നത് ഓരോരാൾ ഇറങ്ങി വരുന്നത് ഇത് ആർട്ടിഫിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നത്. പണ്ട് ഇത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടത്തിൽ ടാക്കീസിൽ നിന്ന് ഇറങ്ങി വരുന്നവരാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത്. എന്നിട്ടാണ് പറയുന്നത് തൂക്കിയെന്ന്. നസീർ സാറിൻ്റെ അങ്ങനെയല്ല, ഈ ഡോറ് തുറക്കാൻ കഴിയില്ല തിയേറ്ററിൻ്റെ, തള്ളിക്കയറ്റാണ് അകത്തേക്ക്. അതേപോലെ തന്നെ പിക്ചർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങാനും കഴിയില്ല, അത്രയും തിരക്കായിരിക്കും, ഇടയിലോട്ടെല്ലാം ഇറങ്ങണം. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇതിപ്പം നല്ല കല്യാണത്തിന് പോകുന്നവരിങ്ങനെ വരെയല്ലേ തിയേറ്ററിൽ നിന്ന്. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തു തന്നു. ഓക്കെ.